ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഒരു പ്രൊട്ടക്ടർ. SFIയെ നിരോധിക്കണം. കേരളത്തിലെ പോലീസ് ഏത് മേഖലയിലും ഏത് ഘട്ടത്തിലും സ്വീകരിക്കുന്ന അഭിമാനകരമായ ഏറ്റവും ശക്തമായ ഭരണ മികവിന്റെ ഭാഗമായിട്ടുള്ള ഈ സംവിധാനങ്ങളെ രാഷ്ട്രീയമായിട്ട് വേർതിരിക്കാൻ ശ്രമിച്ചതാരാ? കേരളത്തിൽ മുഖ്യമന്ത്രി കസേര ഇതൊരു സ്തുതിപാഠമല്ല. ഞങ്ങൾ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ പഠിച്ചവരാണ്. പിണറായി വിജയൻ എന്നത് ആകാശത്ത് നിറങ്ങി വന്ന് നേരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരാളല്ല. ഈ രാഷ്ട്രീയ കേരളത്തിന്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളാൽ കരുത്തുള്ള, ഏത് സാഹചര്യത്തെയും നേരിടാൻ ധൈര്യമുള്ള, ഒരാളുടെ മുന്നിലും അനാവശ്യമായി വഴങ്ങാത്ത, ഒരു അഴിമതിക്കാര്യത്തിന്റെയും ഭാഗമായി മാറാത്ത തെളിമയാർന്ന ഒരു ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമാണ് ഇന്ന് കേരളത്തെ ഭരിക്കുന്നത്. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. രാഷ്ട്രീയ കേരളം ഒരു തുടർഭരണം ചർച്ച ചെയ്യുകയാണ്. SFIയെ നിരോധിക്കണം, KSUവിനെ നിരോധിക്കണമെന്ന് ഞാൻ പറയില്ല സർ. ഒരു ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് KSU. യൂത്ത് കോൺഗ്രസിനെ നിരോധിക്കണം എന്ന് ഞാൻ പറയില്ല. ദേവപാലൻ മുതൽ ധീരത വരെയുള്ള 35 പേരുടെ ജീവൻ എടുത്ത നഷ്ടപ്പെട്ടു പോയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് ആലേഖനം ചെയ്ത ശുഭ്രപതാകയുമായി പോകുന്ന കുട്ടികളുടെ. ഞങ്ങളൊക്കെ അതിന്റെ പ്രവർത്തകരായിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വായിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത അപക്വമായ അപകടകരമായ ഒരു പ്രസ്താവനയാണ് വന്നത്. ഒരാൾ തെറ്റ് ചെയ്താൽ തിരുത്തിക്കണം. കേരളത്തിൽ ഇപ്പോ കളമശ്ശേരി പോളിടെക്നിക്കൽ നടന്ന കാര്യത്തില് പോലീസിന്റെ നാർക്കോട്ടിക് വിഭാഗമാണ് അവിടെ പോയിട്ട് പിടിച്ചത്. ആരോ ആയിക്കോട്ടെ. SFI എന്നത് തെറ്റായ ഒരു കാര്യം ചെയ്യുന്ന സംഘടനയല്ല. കേരളത്തിന്റെ തെരുവുകളിൽ വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിന്റെ ഭാഗമായി ചോറ്റുപാത്രവും പുസ്തകങ്ങളും എല്ലാം ചിതറി ചോരയാൽ കുളിച്ചു കിടന്ന ഒട്ടേറെ സമരാനുഭവങ്ങളുണ്ട് ഈ കേരളത്തില്. സർ, ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിൽ അന്വേഷണ മികവിൽ, കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ ഏറ്റവും മാതൃകയുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറി. ഇത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് സേനയിൽ കേരളത്തിലുണ്ടായിരുന്ന UDFന്റെ ഭരണകാലത്ത് രാഷ്ട്രീയമായിട്ട് അതിനെ വേർതിരിക്കാനും അതിൻ്റെ ഭാഗമായി കേരളത്തിലുണ്ടായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം കുറ്റകൃത്യം ചെയ്യുന്നത് ആരാണെങ്കിലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ഏത് സംഘടനയിൽപ്പെട്ട ആളാണെങ്കിലും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന ശരിയായ ഒരു കാഴ്ചപ്പാടിന് ഏറ്റവും സമർത്ഥമായി മുന്നോട്ട് വയ്ക്കാൻ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞു. പോലീസിലെ രാഷ്ട്രീയവൽക്കരണത്തെ പരിപൂർണമായും തുടച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. സാർ, നമ്മുടെ പോലീസ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു എക്കണോമിക് ഒഫൻസ് വിങ്ങിനെ തയ്യാറാക്കി. ഒരു വനിതാ ബറ്റാലിയൻ, 451 പേരടങ്ങുന്ന ഒരു വനിതാ ബറ്റാലിയനെ സംസ്ഥാനത്ത് രൂപീകരിച്ചു. 4817 പുതിയ തസ്തികകൾ ഉണ്ടാക്കി. ഏതാണ്ട് 20,014 നിയമനങ്ങൾ പോലീസിൽ നടത്തി. സൈബർ, നേരത്തെ ഒറ്റ പോലീസ് സ്റ്റേഷനാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. എല്ലാ പോലീസ് ജില്ലയ്ക്ക് കീഴിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ ആരംഭിച്ചു. നമ്മുടെ പോലീസിനെ ഏറ്റവും സമർത്ഥമായ നിലയിൽ 2021 സ്മാർട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള ഏറ്റവും നല്ല അഴിമതിരഹിത പോലീസിംഗ് സംവിധാനത്തിന്റെ തലപ്പത്തേക്ക് കേരളം വന്നു എന്നത് പോലീസിന് എത്രമാത്രം ജനകീയമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ ഏറ്റവും മാതൃകാപരമായ ഉദാഹരണമായിട്ട് മാറുകയാണ് സർ. നമ്മുടെ പോലീസ്, നമുക്കറിയാം ഇന്നത്തെ കാലത്തിന്റെ സവിശേഷമായ പ്രത്യേകത, ഒരാൾ കുറ്റകൃത്യം ചെയ്യുന്നു. ഇപ്പൊ താമരശ്ശേരി സംഭവം നമ്മുടെ മുന്നിലുണ്ട്, വെഞ്ഞാറമൂടിന്റെ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആ സംഭവങ്ങൾ മുൻകൂട്ടി കാണുക, പ്രവചിക്കുക എന്നത് സാധാരണ നിലയിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ സഭയിൽ തന്നെ അത്തരം കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുകയും ചെയ്യുണ്ടായി. ഏത് കുറ്റകൃത്യം നടന്നാലും ആ കുറ്റകൃത്യം നടന്ന വേളയിൽ പക്ഷപാതിത്വമില്ലാതെ മാതൃകാപരമായി ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുന്ന പോലീസ് എന്ന നിലയിലേക്ക് കേരളത്തിലെ പോലീസ് മാറി. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും സർ. 24 മണിക്കൂറും ജോലി ചെയ്യുന്ന, അർപ്പണബോധത്തോടെ സത്യസന്ധമായി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഓഫീസർമാരുമാണ് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ ഏത് കാര്യം നടന്നാലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന മെസ്സേജ് കേരളത്തിലെ പോലീസ് ഉണ്ടാക്കി. എൻ്റെ മണ്ഡലത്തിലൊരു അനുഭവമുണ്ട്. വളപട്ടണത്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ
നിങ്ങളല്ല, അരി എന്നാൽ അഷ്റഫാണ് അരി എന്നൊരു പരസ്യം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാവും. അതിൻ്റെ ഒരു വ്യാപാരി അദ്ദേഹം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ഇല്ലാത്ത സമയത്ത് കുത്തി തുറന്ന് അതിൻ്റെ ഭാഗമായിട്ട് 1 കോടി രൂപയും ഏതാണ്ട് 300-ലേറെ പവനും കവർ ചെയ്തു. ഒരു പഴുതും ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും തെളിവിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല. പോലീസ് വലിയ ആശങ്ക, ഇതര സംസ്ഥാനത്ത് വന്നവരാണോ വലിയ മാഫിയകളാണോ, ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായ ആശങ്കയുണ്ടായി. സാർ 4 ദിവസക്കാലം കൊണ്ട് വീടിനടുത്ത് തൊട്ടടുത്ത ഒരു ഇലക്ട്രിക് വർക്കുകാരൻ, ആ വീടിന്റെ തൊട്ടടുത്തുള്ള വളരെ സമർത്ഥമായി പോലീസ് അദ്ദേഹത്തെ പിടിച്ചു. ഇത് കാണിക്കുന്നത് എന്താ? നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് അനുഭവമില്ലേ? ചെരുപ്പ് കെട്ടിത്തൂക്കി പോയി പരിശോധിച്ച അനുഭവങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായില്ലേ? അതൊന്നും വ്യത്യസ്തമായി സയന്റിഫിക്കായി ശാസ്ത്രീയമായി നമ്മുടെ പോലീസ് ഏറ്റവും സമർത്ഥമായിട്ട് പ്രതികളെ പിടികൂടുന്നു. സാർ, ലഹരി വേട്ടയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായി ഒരു സംസ്ഥാനത്തേക്ക് പോയി, തെലങ്കാനയിലേക്ക് പോയി, അവിടെ രാസലഹരി നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ പോയി ഉടമയെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ പേര് കേരള പോലീസ് എന്നാണ്. സാർ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? പുതിയ തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മാനസികാവസ്ഥയിൽ, സമീപനത്തിൽ, രീതിയിൽ, ജീവിതത്തോട് നാം ഈ സഭയിൽ തന്നെ ചർച്ച ചെയ്തതാണ്. വളരെ അഡ്വാൻസ് ചെയ്ത് പോലീസ് ആ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ പോയി തെലങ്കാനയിൽ പോയിട്ട് അതിൻ്റെ ഉടമയെ തന്നെ പിടിച്ചു കളഞ്ഞു. ഇപ്പൊ കാസർഗോഡ് ഏറ്റവും വലിയ MTMA വേട്ട, 3407 കിലോഗ്രാം MTMA കേരള പോലീസ് പിടിച്ചു. അതിന്റെ പ്രതിയെ പിടിച്ചു. അതിന്റെ ഭാഗമായിട്ട് നടപടി സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഏതാണ്ട് 30,000 ഡി-ഹാണ്ട് പോലീസും എക്സൈസും ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക കോർഡിനേഷൻ ഉണ്ടാക്കി കേരളം എന്ന നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാസലഹരി മാഫിയയെ കീഴ്പ്പെടുത്താൻ വേണ്ടി പോലീസ് നടത്തിയ പരിശ്രമം എത്രമാത്രം വിജയകരമായിട്ട് മാറി. 30,000-30,000-ലേറെ കേസാണ് എടുത്തത്. ഒട്ടേറെ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് കണ്ടെത്താൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞു. സാർ, നമ്മുടെ പോലീസിനെ എപ്പോഴും വിമർശിക്കാനാണ്, കുറ്റപ്പെടുത്താനാണ് ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങളും നിർഭാഗ്യവശാൽ കേരളത്തിന്റെ വലതുപക്ഷ രാഷ്ട്രീയ നേതൃത്വവും ശ്രമിക്കുന്നത്. സർ, കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന CK ശ്യാമപ്രസാദ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുഭവമുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് പോവാണ് അദ്ദേഹം. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഒരാളെ, ഒരു സാധാരണ മനുഷ്യന്റെ ഒരു തെരുവ് ഗുണ്ട ആക്രമിക്കുന്ന കാഴ്ച അയാൾ കണ്ടു. ആ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടു. ആ തെരുവ് ഗുണ്ട ശ്യാമപ്രസാദിനെ കുത്തി കൊലപ്പെടുത്തി. ഒരാളും ചർച്ച ചെയ്തില്ല സർ, ഒരാളും ആ കാര്യം പറഞ്ഞില്ല. ഒരു സാധാരണ പോലീസുകാരൻ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആ പോലീസ് എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ ഡെഫിനിഷൻ, തന്റെ ഒരുപക്ഷെ അദ്ദേഹത്തിന് അവഗണിച്ചു പോവാൻ കഴിയുന്ന ഒരു കാര്യം, അല്ലെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം, കേരളത്തിലെ പോലീസുകാരുടെ ആത്മാർത്ഥത, സത്യസന്ധത, അവർ സ്വീകരിക്കുന്ന നിഷ്പക്ഷമായ സമീപനത്തിന്റെ ഒരു രക്തസാക്ഷിയായിട്ട് മാറുകയാണ് CK ശ്യാമപ്രസാദ് എന്ന ഒരു പോലീസ് സാധാരണ ഉദ്യോഗസ്ഥൻ. പോലീസുകാര് എത്രമാത്രം സിൻസിയറായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഓരോ സ്ഥലങ്ങളിലും, ഓരോ സ്ഥലത്തും, എല്ലാ നിലയിലും സാധാരണ മനുഷ്യന് ഭയമില്ലാതെ ഏറ്റവും നന്നായി അവർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോയി പരാതി നൽകാൻ അവിടെ ജനകീയ സംവിധാനങ്ങൾ ഉണ്ടായി. സൗഹൃദ തലത്തിലേക്ക് പോലീസ് വരുന്നു. ഒറ്റപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിനെ ആക്ഷേപിക്കുക, ലക്ഷ്യം രാഷ്ട്രീയമാണ് സർ. ഈ സഭയിൽ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ കഴിഞ്ഞ സഭയിൽ അദ്ദേഹം പുറത്തുമൊക്കെ പറയുന്നതായിട്ട് കേട്ടു. ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഒരു പ്രൊട്ടക്ടർ, SFIയെ നിരോധിക്കണം. കേരളത്തിലുണ്ടാവുന്ന അദ്ദേഹം മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം ഇന്ത്യയിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ്. ബഹുമാനായിട്ടുള്ള മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാർ ഈ സഭയിൽ തന്നെ ഉണ്ട്. കേരളത്തിലെ പോലീസ് ഏത് മേഖലയിലും ഏത് ഘട്ടത്തിലും സ്വീകരിക്കുന്ന അഭിമാനകരമായ ഏറ്റവും ശക്തമായ ഭരണ മികവിന്റെ ഭാഗമായിട്ടുള്ള ഈ സംവിധാനങ്ങളെ രാഷ്ട്രീയമായിട്ട് വേർതിരിക്കാൻ ശ്രമിച്ചതാരാ? കേരളത്തിൽ മുഖ്യമന്ത്രി കസേര ഇതൊരു സ്തുതിപാഠമല്ല. ഞങ്ങൾ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ പഠിച്ചവരാണ്. പിണറായി വിജയൻ എന്നത് ആകാശത്ത് നിറങ്ങി വന്ന നേരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരാളല്ല. ഈ രാഷ്ട്രീയ കേരളത്തിന്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളാൽ കരുത്തുള്ള, ഏത് സാഹചര്യത്തെയും നേരിടാൻ ധൈര്യമുള്ള, ഒരാളുടെ മുന്നിലും അനാവശ്യമായി വഴങ്ങാത്ത, ഒരു അഴിമതിക്കാര്യത്തിന്റെയും ഭാഗമായി മാറാത്ത തെളിമയാർന്ന ഒരു ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമാണ് ഇന്ന് കേരളത്തെ ഭരിക്കുന്നത്. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. രാഷ്ട്രീയ കേരളം ഒരു തുടർഭരണം ചർച്ച ചെയ്യുകയാണ്.
ജനങ്ങൾ ആഗ്രഹിക്കുന്നു ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ മൂന്നാമതും വരണമെന്ന ആഗ്രഹത്തിലേക്ക് ജനങ്ങൾ പോകുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഏതിൻ്റെ ഭാഗമായിട്ട് അതുണ്ടാവുന്നത്? സർ, കേരളം എന്നത് ഏറ്റവും നന്നായി ഏത് രംഗമെടുത്താലും ആ രംഗത്തെല്ലാം മികവ് പുലർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരളത്തിലെ പോലീസ് ഇന്ന് മാറി. സാർ, ത്രികാലജ്ഞാനികളായി വാദമുന്നയിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിന്മേൽ സ്വീകരിക്കുന്ന നിലപാടും നടപടിയുമാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ആ പ്രാധാന്യത്തോടുകൂടി ഏത് കാര്യമാണെങ്കിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആര് നടത്തിയാലും അതിനെതിരെ പോലീസ് എന്നത് ഏറ്റവും ശക്തിയേറിയ നിലപാടും നടപടിയും സ്വീകരിക്കുന്ന നിലയിലേക്ക് പോലീസ് സേന ഇന്ന് കേരളത്തിൽ മാറി. സർ, ഇതിനെ രാഷ്ട്രീയമായ അപവാദ പ്രചരണം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമോ? ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. ഇല്ലാതാക്കാൻ കഴിയുന്ന നിലയിൽ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയും. ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ ഭാഗത്ത് നിന്ന് ശരിയല്ലാത്ത നടപടി ഉണ്ടായാൽ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അതിന്റെ തലപ്പത്തിരിക്കുന്നവർ എന്തെങ്കിലും ദയാദാക്ഷിണ്യം കാണിച്ചിട്ടുണ്ടോ? ആരെങ്കിലും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു ആധുനിക സമൂഹത്തിന്റെ ഭാഗമായി അപരിഷ്കൃതമായ ചില രീതികൾ ചിലരുടെ ഭാഗത്തുണ്ടായപ്പോ ആരാണെന്ന് നോക്കാതെ, മുഖം നോക്കാതെ ഏറ്റവും ശക്തിയേറിയ നിലപാട് കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിട്ടില്ലേ? കുറ്റം പറയാൻ പറ്റൂ? ആർക്കാ പറയാൻ വേണ്ടി പറ്റുക? പാതി വരെ തട്ടിപ്പ്. ആ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് മൂവാറ്റുപുഴ അവിടെ ഡിവൈഎസ്പി രജിസ്റ്റർ ചെയ്ത ആ കേസിന്റെ ഭാഗമായിട്ട് നടപടി അതിവേഗതയിൽ സ്വീകരിച്ചു. രാവിലെ ഇവിടെ പറയണ്ടായി. ആരോടെങ്കിലും അതിന്റെ ഭാഗമായിട്ട് ഒരു മമത കാണിച്ചോ ഈ സർക്കാർ? അതിന്റെ പ്രധാനപ്പെട്ട 3 പേരെ അറസ്റ്റ് ചെയ്തു. പ്രധാനികളായ പലരും ഉണ്ട്. അവർ പ്രധാനികളാണ് എന്നതുകൊണ്ട് ഒരു നിലപാടല്ല ആ കാര്യത്തിൽ സ്വീകരിച്ചത്. തട്ടിപ്പായിക്കോട്ടെ, ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നതായിക്കോട്ടെ, ചെന്താമരയുടെ വിഷയം നമുക്കറിയാം. അതിന്റെ ഭാഗമായി അതിവേഗതയുള്ള നടപടി അതിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചു. ഇങ്ങനെ പോലീസ് എന്നത് ഏറ്റവും സമർത്ഥമായി കേരളത്തിന്റെ അഭിമാനമായ ഒരു സേനയായിട്ട് കേരളത്തിലെ പോലീസ് കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. രാഷ്ട്രീയമായി, കക്ഷി രാഷ്ട്രീയമായി കുറ്റം ചെയ്താൽ, തെറ്റായി ചെയ്താൽ ഒരു സംരക്ഷണവും ലഭിക്കില്ല എന്ന ഏറ്റവും ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് പോലീസ് പോയി. SFI നിരോധിക്കണം, KSU നിരോധിക്കണമെന്ന് ഞാൻ പറയില്ല സർ. ഒരു ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് KSU. യൂത്ത് കോൺഗ്രസിനെ നിരോധിക്കണം എന്ന് ഞാൻ പറയില്ല. ദേവപാലൻ മുതൽ ധീരത വരെയുള്ള 35 പേരുടെ ജീവനെടുത്ത നഷ്ടപ്പെട്ടു പോയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് ആലേഖനം ചെയ്ത ശുഭ്രപതാകയുമായി പോകുന്ന കുട്ടികൾ. ഞങ്ങളൊക്കെ അതിന്റെ പ്രവർത്തകരായിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വായിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത അപക്വമായ അപകടകരമായ ഒരു പ്രസ്താവനയാണ് വന്നത്. ഒരാൾ തെറ്റ് ചെയ്താൽ തിരുത്തിക്കണം. കേരളത്തിൽ ഇപ്പോ കളമശ്ശേരി പോളിടെക്നിക്കൽ നടന്ന കാര്യത്തില് പോലീസിന്റെ നാർക്കോട്ടിക് വിഭാഗമാണ് അവിടെ പോയിട്ട് പിടിച്ചത്. ആരോ ആയിക്കോട്ടെ. SFI എന്നത് തെറ്റായ ഒരു കാര്യം ചെയ്യുന്ന സംഘടനയല്ല. കേരളത്തിന്റെ തെരുവുകളിൽ വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിന്റെ ഭാഗമായി ചോറ്റുപാത്രവും പുസ്തകങ്ങളും എല്ലാം ചിതറി ചോരയാൽ കുളിച്ചു കിടന്ന ഒട്ടേറെ സമരാനുഭവങ്ങളുണ്ട് ഈ കേരളത്തില്. അതിന് നേതൃത്വം കൊടുത്ത അഭിമാനകരമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പോലും ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും മര്യാദയില്ലാത്ത കാര്യമാണ് സൂചിപ്പിച്ചുകൊണ്ട് കേരളം എന്ന നാടിനെ അതിന് ഏറ്റവും മികച്ച ഭരണ മികവിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിന്റെ ധനാഭ്യർത്ഥനകൾ പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.